കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ UCSനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് അൺഇൻഫോംഡ് സെർച്ചിൻ്റെ അകത്തുള്ള യൂണിഫോം കോഴ്സ് സെർച്ച് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നമുക്കതിൻ്റെ അകത്ത് നോക്കാനുള്ളത് അൺഇൻഫോംഡിൻ്റെ അകത്ത് തന്നെ വരുന്ന ഡെപ്ത് ഫേസ്റ്റ് സെർച്ച് എന്ന് പറയുന്ന ഐഡിയ ആണ്. പേര് തന്നെയാണ് ഡെപ്ത് ഫേസ്റ്റ് സെർച്ച് ആണ്. അപ്പോൾ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഡീപ്പസ്റ്റ് നോഡാണ് നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്ത് പോകുക. നമ്മളിവിടെ റൂട്ട് നോഡിൽ നിന്ന് ഇറങ്ങിയിട്ട് പരമാവധി എന്ത് ചെയ്യും, ഡീപ്പിലേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മളെ എക്സ്പ്ലോറേഷൻ പോവുക. നമുക്കതൊരു എക്സാമ്പിളൊക്കെ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ അതിൽ എക്സാമ്പിളിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു ഡെപ്ത് ഫസ്റ്റ് സെർച്ചിൻ്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ നമ്മൾ നോക്കാം. അത് ഫസ്റ്റ് പോയിന്റ് അവിടെ കൊടുത്തിരിക്കുന്നത് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ഈസ് എ ഗ്രാഫ് ട്രാവേഴ്സൽ അൽഗോരിതം that explore as far as possible along each branch before backtracking എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൽഗോരിതം എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡീപ്പസ്റ്റ് ഏറ്റവും റൂട്ട് നോഡിൽ നിന്ന് ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ദാറ്റ് മീൻസ് ഏറ്റവും ഫാറസ്റ്റ് ആയിട്ടുള്ള നോഡിലേക്കുള്ള എക്സ്പ്ലോറേഷനാണ് ഇത് ഓൾവേസ് ട്രൈ ചെയ്യുക. എന്ത് ചെയ്യുന്നതിന് മുന്നേ ബാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഡീപ്പിൽ പോയിട്ട് റിട്ടേൺ വരുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു അൽഗോരിതം DFS അൽഗോരിതം എന്ന് പറയുന്നത് ഗ്രാഫ് തിയറീൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫണ്ടമെൻ്റൽ അൽഗോരിതമാണ്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ ഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ അകത്തും അൺഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ അകത്തും ഉപയോഗിക്കും. ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്ജിൻ്റെ അകത്ത് ഡയറക്ഷൻസ് ഉണ്ടാവും. അൺഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ മാർക്ക് ചെയ്തിരിക്കുന്ന എറോസ് വെച്ചുകൊണ്ട് ഡയറക്ഷൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഗ്രാഫുകളാണ് ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ അകത്തും അൺഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ അകത്തൊക്കെ നമ്മൾ ഈ DFS ടെക്നിക്കുകൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു DFSന്റെ പ്രധാനപ്പെട്ട ഐഡിയ എന്ന് പറയുന്നത് the main idea behind the DFS is to visit a vertex, mark it as visited, and then recursively explore its adjacent vertex until there are no more unvisited vertex. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഐഡിയ DFSന്റെ പ്രധാനപ്പെട്ട ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെർട്ടെക്സ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യുന്നു, വിസിറ്റഡ് ആണെന്ന് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം റിപ്പീറ്റഡ് ആയിട്ട് ആ വെർട്ടെക്സിൻ്റെ അല്ലെങ്കിൽ ആ നോഡിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പോവാണ്. അങ്ങനെ നോ മോർ വെർട്ടെക്സ് എക്സ്പ്ലോർ എന്ന രീതിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പരിപാടി ഇവിടെ നിർത്തുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ ഒരു DFS നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായിട്ടൊരു വേണ്ട ഒരു ഡാറ്റാ സ്ട്രക്ചറാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രണ്ടിയർ ആയിട്ടാണ്. അതായത് ഫ്രണ്ടിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, വിസിറ്റഡ് ആണ് ബട്ട് നോട്ട് അൺഎക്സ്പ്ലോർഡ് അല്ലേ, എക്സ്പാൻഡ് ചെയ്യാത്ത വിസിറ്റഡ് ആയിട്ടുള്ള നോഡുകളെ കീപ്പ് ചെയ്യുന്ന ഡാറ്റാ സ്ട്രക്ചറിനെയാണ് നമ്മൾ നമ്മൾ ഫ്രണ്ടിയർ എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇവിടെ ഫ്രണ്ടിയർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റാക്കാണ്. സ്റ്റാക്കിൻ്റെ വർക്കിംഗ് നമുക്ക് ബേസിക്കലി അറിയാം. സ്റ്റാക്ക് വർക്ക് ചെയ്യുന്നത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മാനറിലാണ് അല്ലേ. അപ്പം ഈ ഒരു സ്റ്റാക്കിൻ്റെ യൂസ് അവിടെ എങ്ങനെയാണ് വരുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് ബാക്ക് ട്രാക്കിങ്ങിന് വേണ്ടിയിട്ട് അവിടെ ഉപയോഗിക്കുന്നത് നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ അവിടെ ക്ലിയർ ആവും. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിളിലേക്ക് പോകുന്നതിന് മുന്നേ ഒന്ന് രണ്ട് ജനറൽ പോയിന്റ്സുകൾ നോക്കാം. അവിടെ ഒന്നെന്ന് പറയുന്നത് ഇവരെ ട്രാവേഴ്സിങ് നടത്തുന്നത് ഡെപ്ത് വൈസ് മാനർ, അതായത് ഡീപ്പസ്റ്റ് നോഡിലേക്ക് ഇറങ്ങാനാണ് പരമാവധി ശ്രമിക്കുക. ഡീപ്പസ്റ്റ് നോഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, റൂട്ട് നോഡിൽ നിന്ന് ഏറ്റവും ഡിസ്റ്റൻസിലുള്ള നോഡിനെയാണ് നമ്മൾ ഡീപ്പസ്റ്റ് നോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡീപ്പസ്റ്റ് നോഡിലേക്ക് ഇറങ്ങി പോകാനുള്ള ഒരു ടെൻഡൻസിയാണ് ഈ അൽഗോരിതം കാണിക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം നമുക്ക് റിക്കേഴ്സീവ്ലി ആയാലും ഐറ്ററേറ്റീവ്ലി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ ഒരു അൽഗോരിതം ഡസ് നോട്ട് ഗ്യാരണ്ടി ദി ഷോർട്ടസ്റ്റ് പാത്ത്, അതായത് ഷോർട്ടസ്റ്റ് പാത്ത് ഇത് കണ്ടുപിടിക്കണമെന്ന് നിർബന്ധമില്ല. അതായത് ഫസ്റ്റ് ഒരു ഗോൾ സ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞാൽ അത് അവിടെ നിർത്തും. ചിലപ്പോൾ നമുക്ക് അതിനെക്കാളും ഷോർട്ടസ്റ്റ് പാത്തിൽ ചിലപ്പം സൊല്യൂഷൻ ഉണ്ടായിരിക്കാം. ഓക്കെ, ഈ ഒരു അൽഗോരിതം എന്ത് ഗ്യാരണ്ടി ചെയ്യുന്നില്ല, ഷോർട്ടസ്റ്റ് പാത്ത് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് പാത്ത് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. ഓക്കെ, അതേപോലെ ഇതിന് സൈക്കിൾസുകൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു അൽഗോരിതത്തിന്. അപ്പോൾ ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റിയും സ്പേസ് കോംപ്ലക്സിറ്റിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് V+C എന്നാണ്. അപ്പം V ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെർട്ടെക്സിനാണ്. വെർട്ടെക്സ് മീൻസ് എന്താണ്, വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ നോഡുകളാണ് അല്ലേ. അപ്പോൾ നോഡ് പ്ലസ് E എന്ന് പറയുന്നത് എഡ്ജസ് ആണ്. അപ്പോൾ നോഡുകളെ കണക്ട് ചെയ്യാനുള്ള ലൈൻസ് ആണ് നമ്മൾ എഡ്ജ് എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ കോംപ്ലക്സിറ്റി, ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് V ആണ്. ഓക്കെ, ഓർഡർ ഓഫ് V മീൻസ് വെർട്ടെക്സിനെ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇതിന് മെമ്മറി കുറച്ചേ വേണ്ടുള്ളൂ. ഓക്കെ, BFSുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്
നമുക്ക് ഇതിന് മെമ്മറി കുറവാണ്. കാരണം ബി എഫ് എസിൻ്റെ അകത്ത് നമ്മൾ ലെവൽ വൈസാണ് ട്രാവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മളവിടെ ബി എഫ് എസിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാ നോട്ട്സുകളിൽ നമ്മൾ ലെവൽ വൈസ് അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ബി എഫ് എസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ മെമ്മറിയുടെ ആവശ്യകത കുറവാണ്. അതായത് എല്ലാ നോഡിനും നമ്മൾ ഓർത്ത് വെക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല. ഓക്കെ, അതേപോലെ ഇവിടെ ഒരു പിന്നെ കംപ്ലീറ്റ് പാത്തുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു നല്ലൊരു ഒരു മെത്തേഡാണ് ഈ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു ഷോളോസ്റ്റ് പാത്ത് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് പാത്ത് ഗ്യാരണ്ടി ചെയ്യുന്നില്ല, ഡസ് നോട്ട് ഗ്യാരണ്ടി ഷോർട്ടസ്റ്റ് പാത്ത്. ഇനി അടുത്ത ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മേ ഗോ ഡീപ്പർ ഇൻ ലാർജ് ഗ്രാഫ് ബിഫോർ ഫൈൻഡിങ് എ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മൾ ഡീപ്പിലേക്ക് ഇറങ്ങി ഡീപ്പിലേക്ക് ഇങ്ങനെ താഴെയുള്ള നോഡുകളിലേക്ക് ഇറങ്ങി പോകാനുള്ളൊരു സാധ്യത അവിടെയുണ്ട്. അത് ഡീപ്പിലേക്ക് ഇറങ്ങി ഒരു ഇൻഫൈനൈറ്റ് ലൂപ്പിലേക്ക് അത് കറങ്ങിയിട്ട് ഒരിക്കലും സൊല്യൂഷനിലേക്ക് എത്താത്തൊരു സാഹചര്യത്തിലൊക്കെ എത്തിപ്പോകാനൊരു സാധ്യത അവിടെ ഉണ്ട്. അതവിടെ പറഞ്ഞത് മേ ഗോ ടു ഡീപ്പ് ഇൻ ലാർജ് ഗ്രാഫ് ബിഫോർ ഫൈൻഡിങ് എ സൊല്യൂഷൻ. ഒരുപാട് താഴത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് അവിടെ ഒരു ടൈം കൺസപ്ഷനൊക്കെ കൂടാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട്. ഇനി നമുക്ക് ഡി എഫ് എസിൻ്റെ എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ പറയുന്നതോടുകൂടി ഡി എഫ് എസിൻ്റെ കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പം അതിൻ്റെ അകത്ത് എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്രാഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രാഫിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രാഫ് വെച്ചുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡി എഫ് എസിൻ്റെ ഐഡിയ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഡി എഫ് എസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഗ്രാഫ് നോക്കുക. ഗ്രാഫിൻ്റെ അകത്തുള്ള നമ്മളെ റൂട്ട് നോഡ് അല്ലേ, നമ്മൾ ആദ്യത്തെ നോഡാണ് എ അല്ലേ, ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചു. ഓക്കെ, അപ്പോൾ നമ്മളെ റൂട്ട് നോഡ് എ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ റൂട്ട് നോഡിനെ അല്ലെങ്കിൽ നമ്മളെ ഫസ്റ്റ് നോഡിനെ നമ്മൾ എങ്ങോട്ട് പുഷ് ചെയ്യും, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ സ്റ്റാക്കിലേക്ക് നമ്മൾ പ്രധാനമായിട്ട് ഇനീഷ്യലി സ്റ്റാക്കിൻ്റെ അവസ്ഥ എന്താ, ഇവിടെ ഇനീഷ്യലായിട്ട് ഒരു സ്റ്റാക്ക് കൊടുത്തിട്ടുണ്ട്. ഇനീഷ്യലി സ്റ്റാക്ക് എം ടി ആയിരിക്കും. ആ എം ടി സ്റ്റാക്കിലേക്കാണ് നമ്മൾ ആദ്യത്തെ നോഡിന് എന്ത് ചെയ്യുന്നത്, പുഷ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളെ റൂട്ട് നോഡ് ഇവിടെ എ ആണെന്ന് പറഞ്ഞു. അതേപോലെ നമുക്കൊരു ഗോൾ സ്റ്റേറ്റ് ഉണ്ട്, എഫ് ആണ്. ഓക്കെ, എഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്, അതായത് ഫിഗറിൻ്റെ അകത്ത് ഇവിടെ എഫ് കാണാം. എഫ് ആണ് നമ്മുടെ ഗോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഗോൾ സ്റ്റേറ്റിലേക്ക് ഡി എഫ് എസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ എത്താമെന്നാണ് നോക്കുന്നത്. ഇനീഷ്യലി ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാക്കിലേക്ക് നമ്മളെ റൂട്ട് നോഡിനെ എന്ത് ചെയ്യാണ്, പുഷ് ചെയ്യാണ്. ഓക്കെ, ഇനീഷ്യലി സ്റ്റാക്ക് എം ടി ആയതുകൊണ്ട് സ്റ്റാക്കിൻ്റെ ഇൻഡെക്സ് സ്റ്റാക്ക് പോയിന്റർ പോയിന്റ് ചെയ്യുന്നത് ഇനീഷ്യലി ഇവിടെ ആയിരിക്കും അല്ലേ. ആ സ്റ്റാക്ക് പോയിന്റർ പോയിന്റ് ചെയ്യുന്ന ആ ലൊക്കേഷനിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ഒരു നോഡിനെ പുഷ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു നോഡിനെ നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്ത് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴാണോ നമ്മളൊരു നോഡ് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നത്, സെയിം സമയത്ത് നമ്മൾ ആ നോഡിനെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു അരേൻ്റെ അകത്ത് പ്രിൻ്റ് ആവും. കേട്ടോ, ഇവിടെ ഒരു വിസിറ്റഡ് എന്ന് പറയുന്ന ഒരു അരേൻ്റെ പേരാണ് വിസിറ്റഡ് ഓഫ് സൈസ് 8 ആണ്. സൈസ് 8 ഒരു അരയാണ്. ആ അരേൻ്റെ ഇൻഡെക്സ് നോക്കി നിങ്ങൾ 0 to 7 വരെ അല്ലേ, ടോട്ടൽ 8 ലൊക്കേഷൻസ് ആണല്ലോ. 0 to 7 എന്ന് പറയുമ്പോൾ അരയുടെ സൈസ് എന്ന് പറയുന്നത് 8 ആണ്. ഇനി സ്റ്റാക്ക് നോക്കിയേ, സ്റ്റാക്കിൻ്റെ സൈസ് എത്ര നമ്മൾ കൊടുത്തത് 8 ആണ്. അപ്പോൾ 8 ലൊക്കേഷൻസ് ഉള്ള ഒരു സ്റ്റാക്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ, 8 ലൊക്കേഷൻസ് ഉള്ള അരയുണ്ട്. അപ്പോൾ ഇനീഷ്യലി ചെയ്യുന്നത് എന്താണ്, നമ്മളെ റൂട്ട് നോഡായ എനെ എങ്ങോട്ട് പുഷ് ചെയ്യുന്നു, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു, സ്റ്റാക്ക് ടോപ്പിലേക്ക് പുഷ് ചെയ്യുന്നു. സ്റ്റാക്ക് ടോപ്പിൽ എനെ പുഷ് ചെയ്യുന്ന സെയിം ടൈമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ അരയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, സെയിം ടൈമിൽ തന്നെ അരയിലേക്ക് നമ്മളെ വിസിറ്റഡ് നോഡിനെ എന്ത് ചെയ്യാണ്, പ്രിന്റ് ചെയ്യാണ്. ഓക്കെ, അപ്പം ഇവിടെ നോക്കിയേ, ഇനീഷ്യലി നമ്മൾ അരയുടെ ബേസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്, സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 അല്ലേ. അപ്പോൾ 0th എന്ന് പറയുന്ന ഇൻഡെക്സിലാണ് എന്ത് ചെയ്യുന്നത്, എ പ്രിന്റ് ആവുന്നത്. ഓക്കെ, ഇനി അങ്ങനെ എ പ്രിന്റ് ചെയ്യുന്ന ശേഷം നമ്മൾ അവിടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത്രേ ചെയ്യുന്നുള്ളൂ, നമ്മൾ വിസിറ്റ് ചെയ്ത നോഡ് ഗോളാണോ നോക്കുന്നുണ്ട്. അതിൻ്റെ കോഡാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇഫ് വിസിറ്റഡ് ഓഫ് ഐ ഡബിൾ ഈക്വൽ ടു ഗോൾ ദെൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വിസിറ്റഡ് എന്ന് പറയുന്ന അരയാണ്. വിസിറ്റഡ് ഈസ് എൻ അര, നമ്മൾ പറഞ്ഞു അരേൻ്റെ പേരാണ് വിസിറ്റഡ്. ഐ എന്ന് പറയുന്നത് എന്താണ്, അരേൻ്റെ ഇൻഡെക്സ് ആണ് അല്ലേ. അപ്പോൾ ഐ എന്ന് പറയുന്ന ഈ ഒരു വാരിയബിൾ, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇനീഷ്യലി 0 ആയിരിക്കും, പിന്നെ അടുത്ത പ്രാവശ്യം 1 ആവും, 2, 3, 4 അപ് ടു 7 വരെ ഇത് വാരി ചെയ്യും. ഈ ഒരു അരേ പ്രകാരം അരേൻ്റെ സൈസ് എന്ന് പറയുന്നത് 8 ആയതുകൊണ്ട് ഐയുടെ വാല്യൂ 0, 1, 2, 3 അപ് ടു 7 വരെ വാരി ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് 0th ഐയുടെ വാല്യൂ കണ്ടോ, ഐയുടെ വാല്യൂ ഇൻഡെക്സ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഐയുടെ ഇനീഷ്യൽ വാല്യൂ 0 ആണ്.
ഓക്കെ, അപ്പോൾ ഐയുടെ വാല്യൂ 0 ആണെങ്കിൽ വിസിറ്റഡ് ഓഫ് 0 ഈസ് ഈക്വൽ ടു ഗോൾ എന്നായിരിക്കും അവിടെ നോക്കുന്നുണ്ടാവുക അല്ലേ. വിസിറ്റഡ് എന്ന് പറയാൻ അറേയിലെ 0 ഐയുടെ വാല്യൂ 0 ആണ് ഇനീഷ്യലി. അപ്പോൾ ഐയുടെ വാല്യൂ 0 ആയതുകൊണ്ട് വിസിറ്റഡ് എന്ന് പറയുന്ന അറേയിലെ 0th ഇൻഡെക്സിൽ കിടക്കുന്നത് ഗോൾ ആണോ നോക്കുകയാണ്. അപ്പോൾ വിസിറ്റഡ് എന്ന് പറയുന്ന അറേന്റെ 0th ഇൻഡെക്സിലുള്ളത് ആരാ? എ എന്ന് പറയുന്ന നോഡാണ്. എ ഗോൾ ആണോ? അല്ല. അപ്പം ഇവിടെ സക്സസ്ഫുൾ അവിടെ റിട്ടേൺ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന നോഡിനെ ആണ് നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. എനെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അണ്ടറിൽ നമുക്ക് നോക്കാം. എൻ്റെ അണ്ടറിൽ നമുക്ക് ഡീപ്പിലേക്ക് ഇറങ്ങിപ്പോകേണ്ടത് അല്ലേ. അപ്പോൾ എനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അണ്ടറിൽ അവിടെ 3 നോഡുകൾ വരികയാണ്, ബി സി ഡി അല്ലേ. എൻ്റെ ചിൽഡ്രൻസ് ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ ചിൽഡ്രൻ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇതൊരു ഗ്രാഫ് ആയതുകൊണ്ട് ചിൽഡ്രൻ പാരന്റ് എന്ന് പറയുന്നതിനെക്കാട്ടും നമുക്ക് നല്ലത് നിയറസ്റ്റ് നോഡ് അല്ലെങ്കിൽ നെയ്ബറിംഗ് നോഡ് എന്ന് പറയുന്നതാണ്. എ എന്ന് പറയുന്ന നോഡിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിയറസ്റ്റ് നോഡായിട്ട് വരുന്നതാണ് ഒന്ന് ബി സി ഡി. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ഡീപ്പസ്റ്റ് നോഡ് ഏതാ? നമുക്ക് ഏറ്റവും ഡീപ്പസ്റ്റ് നോഡിനെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പോവാം. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും ഡീപ്പസ്റ്റ് നോഡ് എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 3ഉം സെയിം ഡെപ്തിലാണ് അല്ലേ. എ എന്ന് ബിയിലേക്കുള്ള ഡെപ്തും എ എന്ന് സിയിലേക്കുള്ള ഡെപ്തും എ എന്ന് ഡിയിലേക്കുള്ള ഡെപ്തും സെയിം ആണ്, എല്ലാം സെയിം ഡെപ്തിലാണ്. അപ്പോൾ നമുക്ക് ഇതിൽ കൂട്ടത്തിൽ ഏതാണ് ഡീപ്പസ്റ്റ് എന്ന് നമ്മൾ ചൂസ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ബി ചൂസ് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ സി ചൂസ് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഡി ചൂസ് ചെയ്യാം. ഏത് ചൂസ് ചെയ്താലും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് ബിനെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ സപ്പോസ് ഈ കൂട്ടത്തിൽ ബിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ബി എന്ന് പറയുന്ന നോഡിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ വിസിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബീനെ എന്ത് ചെയ്യാണ്, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാണ്. അപ്പോൾ എന്റെ മുകളിൽ എന്ത് വരികയാണ്, സ്റ്റാക്കിൽ ബി വരികയാണ്. ഓക്കെ, അങ്ങനെ ബി എന്ന് പറയുന്ന നോഡ് ഇവിടത്തേക്ക് പുഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നേരെ അതിനെ അരയിലേക്കും പ്രിന്റ് ചെയ്യണം. അരയിലേക്ക് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഏത് ഇൻഡെക്സിലാണ്, വിസിറ്റഡ് ഓഫ് 1 എന്ന് പറയുന്ന ഇൻഡെക്സിലാണ് ബി പ്രിന്റ് ആവുക അല്ലേ. വിസിറ്റഡ് ഓഫ് 1 എന്ന് പറയുന്ന ഇൻഡെക്സിൽ ബി അവിടെ സ്റ്റോർ ആയിരിക്കുകയാണ്. അപ്പം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ഡെപ്തിലേക്ക് ഇറങ്ങുകയാണ്. ഡെപ്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ബി സി ഡി എന്ന് പറയുന്ന 3 നോഡുകൾ വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഏതും ചൂസ് ചെയ്യാം അല്ലേ. ഒന്നുകിൽ ഡി പുഷ് ചെയ്യാം, അല്ലെങ്കിൽ സി പുഷ് ചെയ്യാം, അല്ലെങ്കിൽ ബി പുഷ് ചെയ്യാം. സപ്പോസ് നമ്മൾ ബി ആണ് പുഷ് ചെയ്യുന്നതെങ്കിൽ അല്ലേ, പുഷ് ബി, അങ്ങനെയാണെങ്കിൽ ബീനെ എങ്ങോട്ട് പുഷ് ചെയ്യും, സ്റ്റാക്കിൻ്റെ അകത്ത് പുഷ് ചെയ്യും. സ്റ്റാക്കിൻ്റെ അകത്ത് പുഷ് ചെയ്യുന്ന സെയിം ടൈമിൽ നമ്മൾ അരയിനകത്തും അത് പ്രിന്റ് ചെയ്യണം. അങ്ങനെ പ്രിന്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഗോളാണ് നോക്കണം അല്ലേ. നമ്മളിപ്പോൾ കറണ്ട് എന്താ ചെക്ക് ചെയ്യുന്നത്, ഇഫ് വിസിറ്റഡ് ഓഫ് ഐ ഈസ് ഈക്വൽ ടു ഗോൾ. ഐയുടെ കറണ്ട് വാല്യൂ എന്തായി മാറിയിട്ടുണ്ടാവും, 0ൽ നിന്ന് 1 ആയി മാറിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഐയുടെ വാല്യൂ 1 ആയതുകൊണ്ട് വിസിറ്റഡ് ഓഫ് ഐ, അതായത് വിസിറ്റഡ് എന്ന് പറയുന്ന അരേൻ്റെ 1 എന്ന് പറയുന്ന സബ്സ്ക്രിപ്റ്റ് വാല്യൂവിൽ വരുന്ന നോഡ് ഗോളാണോ നോക്കുകയാണ്. 1 എന്ന് പറയുന്ന സബ്സ്ക്രിപ്റ്റിൽ വരുന്ന വാല്യൂ ബി ആണ്, അത് ഗോളാണോ ചെക്ക് ചെയ്യാണ്. ബി ഗോളല്ല, നമ്മൾ ഏതാ ഗോള്, നമ്മൾ ഗോൾ സ്റ്റേറ്റ് എന്ന് പറയുന്ന എഫ് ആണ്. അപ്പോൾ ഗോൾ അല്ലാത്തത് കൊണ്ട് അവിടെ സക്സസ്ഫുൾ റിട്ടേൺ ചെയ്യില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ഇനി നമ്മൾ അടുത്ത ഡെപ്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. ഓക്കെ, അടുത്ത ഡെപ്തിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ബിനെയാണ് നമ്മളിപ്പോൾ ചൂസ് ചെയ്തല്ലേ. അപ്പോൾ നമ്മൾ ഇനി നോക്കുന്നത് ബിൻ്റെ നെയ്ബറിംഗ് നോഡുകൾ. ഈ എന്ന് പറയുന്ന നോഡിനെ ചൂസ് ചെയ്യുന്ന വെച്ചു, ഇയും എഫ് ഒരേ ഡെപ്തിലാണ്. ഞാൻ എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട് ഈനെ ചൂസ് ചെയ്യുന്നു. അങ്ങനെ ഈനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഒരു നോഡ് ചൂസ് ചെയ്താൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ എങ്ങോട്ട് പുഷ് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യാം, നേരെ അതിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം അല്ലേ. സ്റ്റാക്കിൻ്റെ ടോപ്പിൽ ഓൾറെഡി ആരുണ്ടായിരുന്നു, ബി ഉണ്ടായിരുന്നു. ബിൻ്റെ മുകളിലാണ് ആര് പുഷ് ചെയ്യുന്നത്, ഈ എന്ന് പറയുന്ന നോഡിൽ പുഷ് ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ ഈ എന്താണ്, നമ്മളെ സ്റ്റാക്കിൻ്റെ 2 എന്ന് പറയുന്ന ഇൻഡെക്സിലാണ് ഇപ്പോൾ ആരുള്ളത്, ഈ ഉള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്റ്റാക്കിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്ത സെയിം ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ സെയിം എലമെൻറ്റിനെ അല്ലെങ്കിൽ സൈൻ നോഡിനെ നമ്മളെ അരയിലേക്ക് കൊണ്ടുപോയിട്ട് പ്രിന്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചതും. 2 എന്ന് പറയുന്ന ഇൻഡെക്സിൽ ഈ എന്ന് പറയുന്ന നോഡ് അവിടെ എന്ത് ചെയ്തു, അവിടെ അരയിലേക്ക് കൊണ്ടുപോയി പ്രിന്റ് ചെയ്തു. ഇനി ആ നോഡ്, ആ വിസിറ്റഡ് എന്ന് പറയുന്ന അരയിൽ 2 എന്ന് പറയുന്ന ഇൻഡെക്സിലെ നോഡ് ഇപ്പോൾ കൊണ്ടുവന്ന ഈ നോഡ് എന്താണോ നോക്കണം, നമുക്ക് ഗോൾ ആണോ നോക്കണം. അത് ചെക്ക് ചെയ്യാനാണ് ഇവിടെ കോഡ് ചെയ്തിരിക്കുന്നത്. ഇഫ് വിസിറ്റഡ് ഓഫ് ഐ ഈസ് ഈക്വൽ ടു ഗോൾ, വിസിറ്റ് ചെയ്ത, അതായത് വിസിറ്റഡ് എന്ന് പറയുന്ന അരയുടെ ഐയുടെ കറണ്ട് വാല്യൂ 2 ആയിരിക്കും അല്ലേ. അപ്പോൾ വിസിറ്റഡ് എന്ന് പറയുന്ന അരയിലെ 2 എന്ന് പറയുന്ന ഇൻഡെക്സിലുള്ളത് ഗോൾ ആണോ നോക്കുകയാണ്. 2 എന്ന് പറയുന്ന ഇൻഡെക്സിലുള്ളത് ഇ അല്ലേ, ഈ നമ്മളെ ഗോൾ അല്ല, നമ്മളെ ഗോൾ എഫ് ആണ്. അപ്പം സക്സസ്ഫുൾ അവിടെ റിട്ടേൺ ചെയ്യില്ല. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ഈ എന്ന് പറയുന്ന നോഡിന്, ഈ പറയുന്ന നോഡിൻ്റെ ചിൽഡ്രൻസിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ നെയ്ബറിംഗ് നോഡിന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ എന്ന് പറയുന്ന നോഡിനെ സംബന്ധിച്ചിടത്തോളം അതിന് വേറെ നെയ്ബറിംഗ് നോഡുകൾ ഇല്ല അല്ലേ. അതുകൊണ്ട് നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടിയാണ് ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. തിരിച്ച് നമുക്ക് എങ്ങോട്ട് പോകണം, മുകളിലേക്ക് തിരിച്ചു പോകണം, ബാക്ക് ട്രാക്കിംഗ് നടത്തണം. അപ്പോൾ ബാക്ക് ട്രാക്കിംഗ് നടത്തിയാൽ മാത്രമേ നമുക്ക് ബിയിലേക്ക് വന്നിട്ട് അതിൻ്റെ അടുത്ത നെയ്ബറിംഗ് നോഡിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ.
ഓക്കെ. അപ്പോൾ എപ്പോഴാണ് ബാക്ക് ട്രാക്കിംഗ് നടത്തുക? നമ്മൾ പരമാവധി ഡീപ്പിലേക്ക് ഇറങ്ങും, എന്നിട്ട് അതിൻ്റെ താഴേക്ക് അല്ലെങ്കിൽ അതിനൊരു നിയറസ്റ്റ് നോഡുകൾ ഏറ്റവും അവസാനം എക്സ്പ്ലോർ ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും അവസാനം റീച്ച്ഡ് ആയ ഏറ്റവും അവസാനം വിസിറ്റഡ് ആയ നോഡിന് നെയ്ബറിംഗ് നോഡ്സുകൾ ഇല്ലെങ്കിൽ നമ്മൾ ബാക്ക് ട്രാക്കിംഗ് തുടങ്ങും. അപ്പം ബാക്ക് ട്രാക്കിംഗ് തുടങ്ങാൻ മീൻസ് നമ്മൾ വരുന്നത് തിരിച്ചങ്ങോട്ട് പോവാണ്, ബാക്കിലേക്ക് തിരിച്ചു പോവാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അൺഎക്സ്പ്ലോർ ആയ നോഡുകൾ വേറെയും കിടക്കുന്നുണ്ട്, അതിലേക്കൊക്കെ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാക്ക് ട്രാക്കിംഗ് നടത്തുന്നത്. ആ ബാക്ക് ട്രാക്കിംഗ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റാക്ക് എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചർ പ്രധാനമായി ഉപയോഗിക്കുന്നത്. സ്റ്റാക്കിലേക്ക് നമ്മൾ പുഷ് ചെയ്ത് വെച്ചത് എന്തിനായിരിക്കുന്ന ഒരു ചോദ്യം അവിടെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റാക്ക് ഉപയോഗിക്കുന്നത്. അത് ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്ന പരിപാടി നടത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സ്റ്റാക്ക് വേണം. സ്റ്റാക്കിൽ നമ്മൾ പുഷ് ചെയ്ത് വെച്ചതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് പിന്നീട് ബാക്ക് ട്രാക്കിംഗ് നടത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പം ഈ എന്ന് പറയുന്ന നോഡിന് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റൂല, ഫർദറായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്യാൻ പോവാണ്. അപ്പം ബാക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇത്രയേ ചെയ്യുന്നുള്ളൂ. ബാക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാക്ക് ടോപ്പിൽ കിടക്കുന്ന എലമെന്റിനെ പോപ്പ് ചെയ്യും അല്ലേ. അപ്പോൾ സ്റ്റാക്ക് ടോപ്പിൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നതിലെ അവസാനം പുഷ് ചെയ്തത് ഈനെയാണ്. അപ്പോൾ ഈനെ പുഷ് ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്ക് ആദ്യം ആരെയെ പോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ? ഈനെ മാത്രം അല്ലേ. സ്റ്റാക്കിന്റെ പ്രത്യേകത എന്താ? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അവസാനം ഇൻസേർട്ട് ചെയ്ത എലമെന്റ് ആണ് നമുക്ക് ആദ്യം പുറത്തെടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാക്കിന്റെ ടോപ്പ് എലമെന്റിനെ നമുക്ക് ഓൾവേസ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റാക്ക് ടോപ്പിൽ കിടക്കുന്നത് ഈ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റാക്ക് ടോപ്പ് എലമെന്റ് ആയി ഈനെ പോപ്പ് ചെയ്യുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്, സ്റ്റാക്ക് ടോപ്പിലെ എലമെന്റ് ആയ ഈനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പോപ്പ് ചെയ്യുന്നു. അങ്ങനെ ഈനെ പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റാക്ക് പോയിന്റർ കറന്റ് പോയിന്റ് ചെയ്ത് കിടക്കുന്ന എവിടെയാ? ബി എന്ന് പറയുന്ന നോഡിനെ ആയിരിക്കും. ഈനെ പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റർ എങ്ങോട്ടേക്ക്? ഒരു സ്റ്റാക്ക് പോയിന്റർ ഇപ്പം ഇവിടെ പോയിന്റ് ചെയ്യുന്ന സ്റ്റാക്ക് പോയിന്റർ പിന്നെ ഇങ്ങോട്ടേക്കാണ് പോയിന്റ് ചെയ്യുന്നുണ്ടാവും. ഇവിടുത്തെ ഈ ഒരു ലൊക്കേഷനിലേക്കാണ് പോയിന്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം നമ്മൾ ഈ ബി എന്ന് പറയുന്ന നോഡ് നമുക്കറിയാം ഇത് ഓൾറെഡി വിസിറ്റഡ് ആണ്. നമ്മൾ എന്ത് ചെയ്യും? ബി എന്ന് പറയുന്ന നോഡിനെ നമ്മൾ വീണ്ടും എക്സ്പ്ലോർ ചെയ്യും. ബി എന്ന് പറയുന്ന നോഡിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബിന്റെ നിയറസ്റ്റ് നോഡായിട്ട് ഒരു അൺവിസിറ്റഡ് ആയിട്ടുള്ള ഒരു ചിൽഡ്രൻ അവിടെ കിട്ടുകയാണ്. ബിയെ സംബന്ധിച്ചിടത്തോളം വിസിറ്റഡ് ആയി കിടക്കുന്ന മറ്റൊരു ചിൽഡ്രൻ ആണ് എഫ്. ചിൽഡ്രൻ എന്ന് പറയുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ നല്ലത് ബിയുടെ നെയ്ബറിംഗ് നോഡാണ് എഫ് അല്ലേ. അപ്പോൾ അവിടെ ഒരു അൺവിസിറ്റഡ് ആയിട്ടുള്ള നെയ്ബറിംഗ് നോഡായിട്ട് ആരെ കിട്ടുകയാണ്? നമ്മൾ എഫ് എന്ന് പറയുന്ന നോഡ് കിട്ടണം. അപ്പോൾ പുതിയൊരു നോഡ് നമുക്ക് കിട്ടി. അപ്പോൾ പുതിയ നോഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു അൺവിസിറ്റഡ് ആയിട്ട് നോഡ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു? പുതിയൊരു അൺവിസിറ്റഡ് ആയ നോഡ് കിട്ടിയതുകൊണ്ട് അതിനെ എന്ത് ചെയ്തു? സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. അതാണ് ഇവിടെ ബിന്റെ മുകളിൽ വീണ്ടും എഫ് പുഷ് ചെയ്യപ്പെടുന്നത് അല്ലേ. അപ്പോൾ എഫ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ വിസിറ്റഡ് ആണെന്ന് മാർക്ക് ചെയ്യുന്നു. അതേപോലെ ഇപ്പോൾ ആ സെയിം നോഡിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ അരേൻ്റെ അകത്ത് കൊണ്ടുപോയി പ്രിന്റ് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? ഈ എഫ് എന്ന് പറയുന്ന നോഡിനെ ഈ അരേൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് പ്രിന്റ് ചെയ്യണം. കണ്ടോ, വിസിറ്റഡ് എന്ന് പറയുന്ന അരേൻ്റെ 3 എന്ന് പറയുന്ന സബ്സ്ക്രിപ്റ്റ് ഉള്ളത് എഫ് എന്ന് പറയുന്ന നോഡാണ് അല്ലേ. അപ്പം എഫിനെയും കൂടെ നമ്മളിവിടെ പ്രിന്റ് ചെയ്തു. ഇനി നമ്മളെന്താ ചെക്ക് ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്ത നോഡ് ഗോൾ ആണോ നോക്കണം അല്ലേ. അപ്പം അതെങ്ങനെ ചെക്ക് ചെയ്യുന്നത്? ഇഫ് വിസിറ്റഡ് ഓഫ് ഐ ഈസ് ഈക്വൽ ടു ഗോൾ, അതായത് ഐയുടെ കറണ്ട് വാല്യൂ 3 ആണ് അല്ലേ. അപ്പോൾ വിസിറ്റഡ് എന്ന് പറയുന്ന അരയിലെ 3 എന്ന് പറയുന്ന ഇൻഡെക്സിലുള്ള ഉള്ളത് ഗോളാണോ? അവിടെ കിടക്കുന്ന നോഡ് ഗോളാണോ? അവിടെ കിടക്കുന്ന എഫ് ആണ്. എഫ് ഗോളാണോ നോക്കുകയാണ് അല്ലേ. എഫ് ഗോളാണെന്ന് ഇനീഷ്യലി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എഫ് നിലവിൽ എന്താണ്? ഗോളാണ് അല്ലേ. അപ്പോൾ ഈ കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ആണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ സക്സസ്ഫുൾ ആയി. നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? നമ്മളെ ഗോൾ സ്റ്റേറ്റിലേക്ക് എത്തി. അതുകൊണ്ട് നമ്മൾ അൽഗോരിതം നമുക്ക് അവിടെ ടെർമിനേറ്റ് ചെയ്യാം. അതാണ് കൊടുത്തത് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തത്. ഓക്കെ. ഇനി ഇങ്ങനെ അൽഗോരിതം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്തു? പരിപാടി കഴിഞ്ഞു, നമ്മൾ ഗോൾ സ്റ്റേറ്റിലേക്ക് എത്തി. ഇനി ഇവിടെയുള്ള പ്രശ്നം നമ്മൾ പറഞ്ഞു, സൊല്യൂഷൻ എപ്പോഴും ഷാലോസ്റ്റ് പാത്ത് ആവണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ വന്ന് നോക്കാം. എനെ എക്സ്പ്ലോർ ചെയ്തു, 3 ചിൽഡ്രൻസ് ഉണ്ടായി. ആ കൂട്ടത്തിൽ ബീനെ ചൂസ് ചെയ്യുന്നു. ബീനെ എക്സ്പ്ലോർ ചെയ്തു, ഇയും എഫും കിട്ടി. അതിൽ ഈനെ ചൂസ് ചെയ്തു. ഈനെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് ഇതിന് ചിൽഡ്രൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ബാക്ക് ട്രാക്കിംഗ് തുടങ്ങും. ബാക്ക് ട്രാക്കിംഗ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റാക്ക് ടോപ്പിലെ എലമെന്റിനെ പോപ്പ് ചെയ്യുന്നു. ഓക്കെ. അപ്പം എപ്പോഴാണ് പോപ്പിംഗ് നടത്തുക? നമ്മൾ വിസിറ്റ് ചെയ്ത നോഡിന് ഫർദർ ആയിട്ട് നിയറസ്റ്റ് നോഡ് അൺവിസിറ്റഡ് ആയിട്ടുള്ള നിയറസ്റ്റ് നോഡ് ഇല്ലെങ്കിലാണ് നമ്മൾ ബാക്ക് ട്രാക്കിംഗ് തുടങ്ങുക. ബാക്ക് ട്രാക്കിംഗ് തുടങ്ങുമ്പോൾ പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാക്ക് ടോപ്പിൽ ഉണ്ടാകുന്ന എലമെന്റിന് പിന്നെയും അൺവിസിറ്റഡ് നോഡ് ഉണ്ടോ നോക്കും. അങ്ങനെ നോക്കിയപ്പോഴാണ് നമുക്ക് എഫ് എന്ന് പറയുന്ന ഒരു നോഡിനെ കിട്ടിയത്. ദെൻ നമ്മൾ എന്ത് ചെയ്തു? എഫിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? എഫ് എന്ന് പറയുന്ന നോഡ് നമ്മൾ ഗോൾ ആയതുകൊണ്ട് നമ്മൾ ഗോണാൽ ചെക്ക് ചെയ്തപ്പോൾ നമുക്കത് ഗോൾ ഫൗണ്ട് നമുക്ക് കിട്ടി. അതുകൊണ്ട് നമ്മൾ അൽഗോരിതം അവിടെ അവിടെ നിർത്തുകയാണ് ചെയ്തത്. ഇനി സപ്പോസ് നമുക്ക് ഈ ഒരു ഗോൾ ഇല്ലാന്ന് വെച്ചോ. ഓക്കെ. അപ്പോൾ ഗോൾ ഇല്ലെങ്കിൽ എപ്പോഴാണ് അൽഗോരിതം ടെർമിനേറ്റ് ചെയ്യാൻ നമ്മൾ അറിയണം. അതായത് നമുക്ക് ഈ അൽഗോരിതം എപ്പോൾ ടെർമിനേറ്റ് ചെയ്യാം? നമ്മളിങ്ങനെ
ഡീപ്പ് ലെവലിലേക്ക് ഇറങ്ങി പോയിട്ട് എപ്പോഴാണോ നമ്മളൊരു ഗോൾ കാണുന്നത് അപ്പോൾ നമുക്ക് ഈ അൽഗോരിതം സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് കറൻറ്റ്ലി മനസ്സിലായി. ഇനി നമുക്ക് ഗോൾ കിട്ടാത്തൊരു സാഹചര്യമാണെങ്കിലോ? ഗോൾ കിട്ടാത്തൊരു സാഹചര്യമാണെങ്കിൽ നമ്മുടെ സ്റ്റാക്ക് എം ടി ആവുന്നവരെ, സ്റ്റാക്കിലേക്ക് നമ്മൾ പുഷ് ചെയ്ത എലമെൻറ്റ്സ് ഒക്കെ പോപ്പ് ചെയ്ത് സ്റ്റാക്ക് എം ടി ആവുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആ ഒരു കേസാണ് അടുത്തതായിട്ട് നോക്കാനുള്ളത്. കണ്ടോ, നമ്മളിപ്പോൾ നിലവിൽ എഫ് വരെ എത്തി. സപ്പോസ് നമുക്ക് ഗോൾ ഇല്ല എന്ന് വെച്ചോ. ഓക്കെ, അപ്പം നമ്മളെ പോയിന്റർ നിലവിൽ എവിടെയാണുള്ളത്? നമ്മളെ പോയിന്റർ എഫിലാണുള്ളത് അല്ലേ? അപ്പോൾ എഫ് എന്ന് പറയുന്ന നോഡിനെ സംബന്ധിച്ചിടത്തോളം എഫിൻ്റെ അടുത്തായിട്ട് അൺവിസിറ്റഡ് ആയിട്ടുള്ള നോഡ് ഉണ്ടോ എന്ന് അടുത്തായിട്ട് നോക്കണം അല്ലേ? നമ്മൾ എഫ് ആണ് കറൻറ്റ്ലി അല്ലേ? എഫ് ആണ് നമ്മൾ അവസാനം വിസിറ്റ് ചെയ്തത് അല്ലേ? എഫ് ഇവിടെയാണ്, എഫ് ആയിരുന്നു നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തത്. ഇനി നമ്മൾ നോക്കേണ്ടത് സ്റ്റാക്ക് പോയിന്റർ ഇവിടെയാണ് പോയിന്റ് ചെയ്ത് കിടക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ചെക്ക് ചെയ്യേണ്ട എന്താ? എഫ് എന്ന് പറയുന്ന നോഡിൻ്റെ നെയ്ബറിംഗ് നോഡായിട്ട് ഏതെങ്കിലും അൺവിസിറ്റഡ് ആയിട്ട് ഏതെങ്കിലും നെയ്ബറിംഗ് നോഡ് ഉണ്ടോ എന്നാണ് അടുത്ത് നോക്കേണ്ടത്. എഫ് എന്ന് പറയുന്ന നോഡിന് അടുത്ത് അൺവിസിറ്റഡ് ആയിട്ട് ഏതെങ്കിലും നെയ്ബറിംഗ് നോഡ് കിടക്കുന്നുണ്ടോ? എഫിൻ്റെ നെയ്ബറിംഗ് നോഡാണ് സി അല്ലേ? അപ്പോൾ സി എന്ന് പറയുന്ന നോഡ് നമ്മൾ വിസിറ്റഡ് അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എഫിൻ്റെ നിയറസ്റ്റ് നോഡായിട്ട് ആര് കിടക്കുന്നുണ്ട്? എഫിനെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും? സി എന്ന് പറയുന്ന നോഡിനെ കിട്ടും അല്ലേ? അപ്പം എഫ് എന്ന് പറയുന്ന നോഡിൻ്റെ നിയറസ്റ്റ് നോഡായിട്ട് സീനെ കിട്ടുകയാണ്. അപ്പോൾ സീനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്? സീനെ നമ്മൾ സ്റ്റാക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? പുഷ് ചെയ്യാണ് അല്ലേ? അതാണ് ഇവിടെ കൊടുത്തത്. എഫിന് മുകളിൽ എന്ത് ചെയ്യുന്നു? സീനെ പുഷ് ചെയ്യുന്നു. സീനെ പുഷ് ചെയ്യുന്ന സെയിം ടൈമിൽ എന്ത് ചെയ്യുന്നു? സീനെ നമ്മൾ അരയിലേക്ക് പ്രിന്റ് ചെയ്യാണ്. ഓക്കെ, അപ്പം നമ്മൾ അടുത്തതായിട്ട് എന്ത് ചെയ്യും? സി എന്ന് പറയുന്ന നോഡിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തത് കൊണ്ട് അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സി എന്ന് പറയുന്ന നോഡിന് അൺവിസിറ്റഡ് ആയിട്ടുള്ള നെയ്ബറിംഗ് നോഡ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക അല്ലേ? അപ്പോൾ സി എന്ന് പറയുന്ന നോഡിൻ്റെ അടുത്ത് കിടക്കുന്ന നോഡുകളൊക്കെ വിസിറ്റഡ് ആണ്. എഫ് വിസിറ്റഡ് ആണ്, എയും വിസിറ്റഡ് ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് നെയ്ബറിംഗ് നോഡുകളൊന്നും അൺവിസിറ്റഡ് ആയിട്ട് നമുക്ക് കിടക്കുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബാക്ക് ട്രാക്കിംഗ് തുടങ്ങണം അല്ലേ? അങ്ങനെ അൺവിസിറ്റഡ് ആയിട്ടുള്ള നോഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ബാക്ക് ട്രാക്കിംഗ് തുടങ്ങുകയാണ്. ബാക്ക് ട്രാക്കിംഗ് തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ പോപ്പ് ചെയ്യും അല്ലേ? സ്റ്റാക്ക് ടോപ്പ് എലമെന്റിനെ തന്നെ പോപ്പ് ചെയ്യും അല്ലേ? നമ്മൾ ഇവിടെ ടോപ്പിൽ സി ഉണ്ടായിരുന്നു അല്ലേ? സി ആയിരുന്നു നമ്മുടെ സ്റ്റാക്ക് ടോപ്പിൽ ഉണ്ടായിരുന്നത്. അപ്പം സ്റ്റാക്ക് ടോപ്പിലുള്ള സീനെ നിങ്ങൾ പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാക്ക് എങ്ങനെയായിട്ട് മാറും? സ്റ്റാക്ക് ഇങ്ങനെയായി മാറും. അതായത് സി പോയിട്ട് എഫ് ആയിരിക്കും സ്റ്റാക്ക് ടോപ്പിൽ ഉണ്ടാവുക. ദാറ്റ് മീൻസ് സ്റ്റാക്ക് പോയിന്റർ പോയിന്റ് ചെയ്യുന്നത് 2 എന്ന് പറയുന്ന ഇൻഡെക്സിലായിരിക്കും സ്റ്റാക്ക് പോയിന്റർ പോയിന്റ് ചെയ്യുന്നത്. സ്റ്റാക്ക് പോയിന്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ്സ് എ വേരിയബിൾ ടു പോയിന്റ് ദി ഇൻഡെക്സസ് ഓഫ് ദി സ്റ്റാക്ക്. ഓക്കെ, അപ്പോൾ എഫ് എന്ന് പറയുന്ന നോഡാണ് സ്റ്റാക്ക് ടോപ്പിൽ ഉള്ളത് അല്ലേ? അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യുക? എഫ് എന്ന് പറയുന്ന നോഡാണ് സ്റ്റാക്ക് ടോപ്പിൽ ഉള്ളത്. എഫിൻ്റെ അടുത്ത് ഇനി അൺവിസിറ്റഡ് ആയിട്ടുള്ള നോഡുകൾ ഉണ്ടോ എന്ന് അടുത്താണ് നോക്കുന്നത് അല്ലേ? എഫിൻ്റെ അടുത്ത് കിടക്കുന്ന 2 നെയ്ബറിംഗ് നോഡാണ് സിയും ബിയും അല്ലേ? ഇത് രണ്ടും വിസിറ്റഡ് ആണ്. അപ്പോൾ ഇത് അൺവിസിറ്റഡ് അല്ല. അതുകൊണ്ട് നമ്മൾ എഗെയിൻ എന്ത് ചെയ്യും? ബാക്ക് ട്രാക്കിംഗ് നടത്തും. ബാക്ക് ട്രാക്കിംഗ് നടക്കുക മീൻസ് എന്താണ്? നമ്മൾ സ്റ്റാക്ക് ടോപ്പ് എലമെന്റിനെ പോപ്പ് ചെയ്യും അല്ലേ? സ്റ്റാക്ക് ടോപ്പ് എലമെന്റ് ആണ് എന്താണ്? എഫ് ആയിരുന്നു. എഫിനെ പോപ്പ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാക്കിൻ്റെ അവസ്ഥ ഇങ്ങനെയാവും അല്ലേ? സ്റ്റാക്ക് ടോപ്പിൽ ആര് വരും? ബി വരും. എന്ന് പറഞ്ഞാൽ സ്റ്റാക്ക് പോയിന്റർ കറൻറ്റ്ലി പോയിന്റ് ചെയ്യുന്നത് ഈ ഒരു ലൊക്കേഷനിലായിരിക്കും സ്റ്റാക്ക് പോയിന്റർ കറൻറ്റ്ലി പോയിന്റ് ചെയ്യുക. അപ്പം ഇനി സ്റ്റാക്ക് ടോപ്പിലുള്ളത് ആരാ? ബി അല്ലേ? അപ്പം നമ്മൾ എന്ത് നോക്കണം? ബി ആയിട്ട് റിലേറ്റ് ചെയ്തില്ലേ? ബിൻ്റെ അടുത്ത് ഏതെങ്കിലും അൺവിസിറ്റഡ് ആയിട്ടുള്ള നോഡ് ഉണ്ടോ നോക്കണം. അപ്പോൾ ബിൻ്റെ അടുത്ത് കിടക്കുന്ന നെയ്ബറിംഗ് നോഡ് ഇയും എയും മാത്രമേ ഉള്ളൂ അല്ലേ? ഇയും എയും എഫും അല്ലേ? എഫ് നമ്മൾ വിസിറ്റ് ചെയ്തു, ഇ നമ്മൾ വിസിറ്റ് ചെയ്തു, എ നമ്മൾ വിസിറ്റ് ചെയ്തു. ഇതൊക്കെ വിസിറ്റഡ് ആണ്. സ്വാഭാവികമായിട്ടും ബിക്ക് എന്തില്ല? ബി എന്ന് പറയുന്ന നോഡിനും എന്തില്ല? നിയറസ്റ്റ് ആയിട്ട് എന്തില്ല? നെയ്ബറിംഗ് നോഡ്സുകളില്ല. അപ്പോൾ ബി എന്ന് പറയുന്ന നോഡിന് നെയ്ബറിംഗ് നോഡ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അഗെയിൻ ബാക്ക് ട്രാക്ക് ചെയ്യും. ബാക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബീനെ പോപ്പ് ചെയ്തു. ബീമിനെ പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാക്ക് നമ്മൾ എന്തായി മാറും? സ്റ്റാക്കിൻ്റെ അകത്ത് ആകെ ഒരേ ഒരു എലമെന്റ് ഉണ്ടാവുള്ളൂ, എ അല്ലേ? അപ്പോൾ എ എന്ന് പറയുന്ന എലമെന്റ് സ്റ്റാക്ക് ടോപ്പിൽ ഉണ്ടെങ്കിൽ നമ്മൾ എഗെയിൻ എന്ത് ചെയ്യും? സ്റ്റാക്ക് ടോപ്പിൽ എലമെന്റ് ആയി എക്ക് ഏതെങ്കിലും അൺവിസിറ്റഡ് ആയിട്ടുള്ള നോഡ് ഉണ്ടോ നോക്കും. എ എന്ന് പറയുന്ന നോഡിനെ സംബന്ധിച്ചിടത്തോളം ബി വിസിറ്റഡ് ആണ്, സി വിസിറ്റഡ് ആണ്, ബട്ട് ഡി ഈസ് നോട്ട് വിസിറ്റഡ്. അപ്പം എ എന്ന് പറയുന്ന നോഡിനെ സംബന്ധിച്ചിടത്തോളം ഡി എന്ന് പറയുന്ന നോഡ് എന്താണ്? അൺവിസിറ്റഡ് ആണ്. അപ്പം അങ്ങനെ അൺവിസിറ്റഡ് നെയ്ബറിംഗ് നോഡ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ നെയ്ബറിംഗ് നോഡിൽ നമ്മളെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. അപ്പോൾ എനെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുകയാണ്? ഡി കിട്ടുകയാണ് അല്ലേ? ഡി അതവിടെ കൊടുത്തത് നോഡ് എ ഹാവ് അൺവിസിറ്റഡ് ചൈൽഡ് ഡി. അങ്ങനെ ഒരു അൺവിസിറ്റഡ് ചൈൽഡ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. അങ്ങനെ ഡീനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു, അതിനെ വിസിറ്റഡ് ആണെന്ന് മാർക്ക് ചെയ്യുന്നു. സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്ന സെയിം ടൈം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്? നമ്മൾ അരയിലേക്ക് പ്രിന്റും ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഡീനെയും കൂടെ അരേനകത്ത് പ്രിന്റ് ചെയ്യും. അപ്പം സി എന്ന് പറയുന്ന സീന് തൊട്ടിപ്പുറം ഡി കൂടെ അവിടെ പ്രിന്റ് ആവുകയാണ്. ഇനി അടുത്ത നമ്മൾ എന്താ നോക്കേണ്ടത്? ഡി ആണ് സ്റ്റാക്ക് ടോപ്പിൽ കിടക്കുന്നത്. ഈ ഡി എന്ന് പറയുന്ന നോഡിന് ഏതെങ്കിലും അൺവിസിറ്റഡ് ആയിട്ടുള്ള നെയ്ബറിംഗ് നോഡ് ഉണ്ടോ നോക്കണം. ഇതിൻ്റെ അടുത്ത് അൺവിസിറ്റഡ് ആയിട്ട് നെയ്ബറിംഗ് നോഡൊന്നുമില്ല, എല്ലാ നോഡും വിസിറ്റഡ് ആണ് അല്ലേ? അങ്ങനെ അൺവിസിറ്റഡ് ആയിട്ട് നെയ്ബറിംഗ് നോഡിൽ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാക്ക് ടോപ്പ് എലമെന്റിനെ പോപ്പ് ചെയ്യണം അല്ലേ? അതായത് ബാക്ക് ട്രാക്കിംഗ് നടത്തണം.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാക്ക് ടോപ്പ് എലമെൻ്റ് ആയ ഡീനെ പോപ്പ് ചെയ്യുന്നു. ഡീനെ പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, നമ്മൾ സ്റ്റാക്കിൻ്റെ അകത്ത് ആരേ ഉണ്ടാവുള്ളൂ, എ എന്ന് പറയുന്ന നോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ എന്താ നോക്കണ്ടേ, എഗെയിൻ നമ്മൾ എ എന്ന് പറയുന്ന നോഡിന്, സ്റ്റാക്ക് ടോപ്പ് എലമെൻ്റ് ആയ എ എന്ന് പറയുന്ന നോഡിന് അൺവിസിറ്റഡ് ആയിട്ടുള്ള നെയ്ബറിംഗ് നോഡ് ഉണ്ടോ നോക്കും. അങ്ങനെ അൺവിസിറ്റഡ് ആയിട്ടുള്ള നെയ്ബറിംഗ് നോഡൊന്നും നിലവിൽ ആർക്കില്ല, എക്കില്ല. എൻ്റെ നെയ്ബറിംഗ് നോഡെല്ലാം വിസിറ്റഡ് ആണ്. അങ്ങനെ നെയ്ബറിംഗ് നോഡ് ഇല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മളെ എനെ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ബാക്ക് ട്രാക്ക് ഇട്ട് എനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പോപ്പ് ചെയ്യുന്നു. അങ്ങനെ എനെ പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്റ്റാക്കിൻ്റെ അവസ്ഥ, സ്റ്റാക്ക് എന്തായി പോകും, എം ടി ആയി പോകും. സ്റ്റാക്കിലെ എല്ലാ എലമെൻറ്റോടെ എന്തായി, പോപ്പായി. ദാറ്റ് മീൻസ് നമ്മുടെ സ്റ്റാക്ക് എം ടി ആയി. സ്റ്റാക്ക് എം ടി ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ അൽഗോരിതം ടെർമിനേറ്റ് ചെയ്യാം. അപ്പം ഈ അൽഗോരിതം ടെർമിനേറ്റ് ചെയ്യുന്ന DFS ടെർമിനേറ്റ് ചെയ്യുന്ന രണ്ട് സാഹചര്യങ്ങളാണ്. ഒന്നെന്താണ്, സ്റ്റാക്ക് എം ടി എന്ന സാഹചര്യം. രണ്ടാമത്തത് ഗോൾ ഫൗണ്ട് ആകുമ്പോൾ നമ്മൾ ഈ പരിപാടി നിർത്തും. ഓക്കെ, അപ്പോൾ സ്റ്റാക്ക് എം ടി ആയി നമ്മളെങ്ങനെ സാധാരണ DS-ൻ്റെ അകത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത്, നമുക്കൊന്നും ഉണ്ടാവില്ല. ടോപ്പ് എന്ന് പറയുന്നൊരു വാരിയബിൾ ഉണ്ടാവും. ടോപ്പ് മീൻസ് ഇത്രയേ ഉള്ളൂ, സ്റ്റാക്ക് പോയിന്റർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ടോപ്പിൻ്റെ ഇനീഷ്യൽ വാല്യൂ നമ്മൾ സ്റ്റാക്കിൽ എം ടി സ്റ്റാക്കിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ഇങ്ങനെയാണ്, ടോപ്പ് W=-1 ആണെങ്കിൽ സ്റ്റാക്ക് എം ടി ആണെന്ന് അർത്ഥം. അതായത് സ്റ്റാക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ടോപ്പ് എന്ന് പറയുന്ന ഒരു വാരിയബിൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വാല്യൂ നമ്മൾ ഇനീഷ്യലി -1 ആക്കും. എന്നിട്ട് നമ്മൾ ഒരു എലമെൻറ്റ് നമ്മൾ സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ടോപ്പിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. -1 ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് വാല്യൂ എന്തായി മാറും, 0 ആയി മാറും അല്ലേ. ഇനി വീണ്ടും ഇൻസേർട്ട് ചെയ്യുമ്പോൾ ടോപ്പിൻ്റെ വാല്യൂ എന്താകും, 1 ആയി മാറും. വീണ്ടും ഇൻസേർട്ട് ചെയ്യുമ്പോൾ ടോപ്പ് 2 ആവും, 3 ആവും, ഇങ്ങനെ പോകും. ഇനി പോപ്പ് ചെയ്യുന്ന സമയത്തോ ടോപ്പിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, ഡിക്രിമെൻറ്റ് ചെയ്യും. 4 3 ആവും, 3 2 ആവും, 2 1 ആവും, 1 0 ആവും, 0 -1 ആവും. അപ്പോൾ എപ്പോഴാണോ സ്റ്റാക്ക് ടോപ്പ് -1 ആവുന്നത് അതിൻ്റെ ആ സമയത്ത് എന്താണ്, സ്റ്റാക്ക് എം ടി ആണെന്ന് അർത്ഥം. ഓക്കെ, അപ്പം സ്റ്റാക്കിൻ്റെ ഇനീഷ്യൽ ടോപ്പ് വാല്യൂ അല്ലെങ്കിൽ ടോപ്പിൻ്റെ ഇനീഷ്യൽ വാല്യൂ -1 ആകുമ്പോൾ സ്റ്റാക്ക് എം ടി ആണ്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തത്. നൗ ടോപ്പ് ഈസ് ഈക്വൽ ടു ടോപ്പ് W ഈസ് ഈക്വൽ ടു -1. ടോപ്പിൻ്റെ കറണ്ട് വാല്യൂ എന്താണ്, -1 ആണ്. അതായത് സ്റ്റാക്ക് എം ടി ആയി. സ്റ്റാക്ക് എം ടി ആകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ അൽഗോരിതം അവിടെ നിർത്താം. ഓക്കെ, ഇനി നമ്മളെ ഈ ഒരു DFS ട്രാവേഴ്സൽ എങ്ങനെയാണ് നടന്നത്, ഏത് ഓർഡറിലാണ് നടന്നത് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ എവിടെ നോക്കിയാൽ മതി, നമ്മളൊരു അരേൻ്റെ അകത്ത് പ്രിൻറ്റ് ചെയ്തിട്ടില്ലേ, ആ അരേൻ്റെ അകത്തുള്ള എലമെൻറ്റുകളെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് റീഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ 0th ഇൻഡെക്സ് മുതൽ അപ് ടു റൈറ്റിലേക്ക് റീഡ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇവിടെ നോക്കിയേ, ABEFCD. ഇതാണ് നമ്മൾ ഇപ്പം നടത്തിയിട്ടിരിക്കുന്ന DFSൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. A വിസിറ്റ് ചെയ്തു, B വിസിറ്റ് ചെയ്തു, E വിസിറ്റ് ചെയ്തു, F വിസിറ്റ് ചെയ്തു, C വിസിറ്റ് ചെയ്തു, D വിസിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ അരേൻ്റെ അകത്ത് പ്രിൻറ്റ് ചെയ്യുന്ന നിർബന്ധമാണോ എന്ന് വെച്ചാൽ അല്ല. നമ്മൾ അരേൻ്റെ അകത്തേക്ക് പ്രിൻറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് കൃത്യമായിട്ട് DFSൻ്റെ ട്രാവേഴ്സൽ എങ്ങനെയാണ് പോയത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അവസാനം ഫൈനലി അരേ നോക്കിയിട്ട് നമുക്ക് അവിടെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് എന്താണ്, സ്റ്റാക്കാണ്. സ്റ്റാക്ക് ഇല്ലെങ്കിൽ കുഴപ്പം എന്താണ്, നമുക്ക് ബാക്ക് ട്രാക്കിംഗ് നടത്തിയിട്ട് നമുക്ക് പ്രീവിയസ് നോഡുകളുടെ അൺവിസിറ്റഡ് ആയിട്ടുള്ള ചിൽഡ്രൻസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ബാക്ക് ട്രാക്കിംഗ് കൃത്യമായിട്ട് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഇവിടെ അരേ ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ പോയിന്റ്സ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗോൾ സ്പെസിഫൈ ആയിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഇന്നേ സ്റ്റേറ്റ് ആണ് ഗോൾ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ഗോൾ കാണുന്നത് അന്നേരം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു പരിപാടി നിർത്താം. അതായത് അൽഗോരിതത്തിൻ്റെ പ്രോസസ്സ് അവിടെ നിർത്താം. ഓക്കെ, അപ്പോൾ അൽഗോരിതം ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു കേസാണ്, ഗോൾ തട്ടിക്കഴിഞ്ഞാൽ ഈ അൽഗോരിതം ടെർമിനേറ്റ് ചെയ്യും. ഇനി അല്ലെങ്കിൽ എപ്പോൾ നിർത്തുക, ഗോളൊന്നും കാണുന്നില്ല, അപ്പോൾ എപ്പം നിർത്തും, അതർവൈസ് സ്റ്റോപ്പ് വെൻ ഓൺലി വെൻ സ്റ്റാക്ക് ബിക്കം എം ടി. സ്റ്റാക്ക് എം ടി ആകുന്നതുവരെ ഈ പരിപാടി തുടങ്ങേണ്ടി വരും. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഒരു അൽഗോരിതം കൊടുത്തിട്ടുണ്ട്. അൽഗോരിതം ഒന്ന് ജസ്റ്റ് റീഡ് ചെയ്യാം. നമ്മളിപ്പോൾ പറഞ്ഞ പ്രോസസ്സ് തന്നെയാണ് അൽഗോരിതത്തിൻ്റെ അകത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, സ്റ്റാർട്ട് ഫ്രം റൂട്ട് നോഡ്. റൂട്ട് നോഡിൽ നിന്ന് എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ തുടങ്ങുകയാണ് അല്ലേ. നമുക്കൊരു റൂട്ട് നോഡ് പറഞ്ഞിട്ടുണ്ട്, സ്പേസ് ക്വസ്റ്റ്യൻ്റെ അകത്തൊക്കെ റൂട്ട് നോഡ് സ്പെസിഫൈ ആയിട്ടുണ്ടാവും. അപ്പോൾ റൂട്ട് നോഡ് നമ്മൾ കാര്യങ്ങൾ തുടങ്ങും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ റൂട്ട് നോഡിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാണ്. എന്നിട്ട് ആ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്ത നോഡിനെ നമ്മൾ വിസിറ്റഡ് ആണെന്ന് മാർക്ക് ചെയ്യാണ് അല്ലേ. വിസിറ്റഡ് ആണെന്ന് പറയുന്നത്, വിസിറ്റഡ് എന്ന് പറയുന്ന ഒരു അരേൻ്റെ അകത്ത് നമ്മൾ അതിന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രിൻറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇനി എന്ത് ചെയ്യുന്നു, വിസിറ്റഡ് എന്ന് പറയുന്ന അരേൻ്റെ അകത്ത് പ്രിൻറ്റ് ചെയ്യുന്ന ആ നോഡും ആ നോഡ് എന്താണോ എന്ന് ചെക്ക് ചെയ്യുന്നു, ഗോൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഗോൾ ആണെങ്കിൽ നമുക്ക് എന്ത് നിർത്താം, നമ്മളെ ഈ അൽഗോരിതം ടെർമിനേറ്റ് ചെയ്യില്ല, നമുക്ക് ഗോൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പരിപാടി അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ കൊടുത്തത്. നമ്മളിപ്പം പുഷ് ചെയ്ത റൂട്ട് നോഡ് ഇറ്റ് സെൽഫ് ഗോൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരെ സ്റ്റെപ്പ് 10ലേക്ക് പോകാം. സ്റ്റെപ്പ് 10ൽ എന്താ പറയുന്നത്, പരിപാടി നിർത്താനാണ് പറയുന്നത്, സ്റ്റോപ്പ് ചെയ്യാനാണ് പറയുന്നത്. കാരണം എന്ത് കിട്ടി, ഗോൾ കിട്ടിയാൽ നമുക്ക് അൽഗോരിതം ടെർമിനേറ്റ് ചെയ്യാം. ഇനി സപ്പോസ് നമ്മൾ ആ ഇൻഡെക്സിൽ അല്ലെങ്കിൽ വിസിറ്റഡ് എന്ന് പറയുന്ന അരേൻ്റെ അകത്തുള്ള അത് ഗോൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ചില സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം. ആ സ്റ്റെപ്പുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രയും സ്റ്റെപ്പുകൾ നമ്മൾ എന്ത് ചെയ്യണം, 8 വരെയുള്ള സ്റ്റെപ്പുകൾ, 5 to 8 വരെയുള്ള സ്റ്റെപ്പുകൾ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യണം. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കി, 4ാമത്തെ സ്റ്റെപ്പ്
while the stack is not empty or found goal. അതായത് സ്റ്റാക്ക് എം ടി ആവാത്ത സാഹചര്യത്തിടത്തോളം എപ്പോഴൊക്കെയാണ് സ്റ്റാക്ക് എം ടി ആവാത്തത്, ഓൾവേസ് നമ്മൾ എന്ത് ഒരു വൈലായിട്ടാണ് കൊടുത്തില്ലേ. അപ്പോൾ വൈൽ ദ സ്റ്റാക്ക് ഈസ് നോട്ട് എം ടി, സ്റ്റാക്ക് എം ടി അല്ലെങ്കിലും അതേപോലെ ഗോൾ ഫൗണ്ട് ചെയ്യുന്നത് വരെയും ഈ സ്റ്റെപ്പുകൾ 5, 6, 7, 8 സ്റ്റെപ്പുകൾ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, റിക്കേഴ്സീവ്ലി വർക്ക് ചെയ്യണം. സ്റ്റാക്ക് എം ടി ആവാത്ത സാഹചര്യത്തിലും ഗോൾ ഫൗണ്ട് ചെയ്യുന്നത് വരെയും നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റെപ്പുകൾ റിക്കേഴ്സീവായിട്ട് റിപ്പീറ്റ് ചെയ്യണം കൊടുത്തത്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തത്. വൈൽ സ്റ്റാക്ക് ഈസ് നോട്ട് എം ടി ഓർ ഫൗണ്ട് ഗോൾ റിപ്പീറ്റ് സ്റ്റെപ്പ് 5 to 8. ഗോൾ ഫൗണ്ട് ചെയ്യുന്നത് വരെയോ സ്റ്റാക്ക് എം ടി ആവുന്നത് വരെയോ നമ്മൾ എന്ത് ചെയ്യണം, 5 മുതൽ 8 വരെയുള്ള സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യണം. 5ാമത്തെ സ്റ്റെപ്പ് എന്താ, ലുക്ക് അറ്റ് ദി ടോപ്പ് നോഡ് ഇൻ ദി സ്റ്റാക്ക്. അതായത് ഒന്നുമില്ല, സ്റ്റാക്കിൻ്റെ ടോപ്പിലൊക്കെ കിടക്കുന്ന അല്ലെങ്കിൽ സ്റ്റാക്ക് പോയിന്റ് ചെയ്യുന്ന ആ ഒരു നോഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്, നോക്കുകയാണ്. ആ നോഡിനെ നോക്കിയിട്ട് ആ നോഡിന് അൺവിസിറ്റഡ് ആയിട്ടുള്ള നെയ്ബർ ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യും. സ്റ്റാക്ക് ടോപ്പിലുള്ള നോഡിന് അൺവിസിറ്റഡ് ആയിട്ടുള്ള നെയ്ബർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ നെയ്ബർ കണ്ടു കഴിഞ്ഞാൽ ഈ ഫൗണ്ട് നെയ്ബർ ഉണ്ടെങ്കിൽ, അൺവിസിറ്റഡ് ആയിട്ടുള്ള നെയ്ബർ ഉണ്ടെങ്കിൽ ആ നെയ്ബറിനെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു. അൺവിസിറ്റഡ് ആയിട്ട് നെയ്ബർ ഉണ്ടെങ്കിൽ അതിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു. പുഷ് ചെയ്ത ശേഷം അതിനെ എന്ത് ചെയ്യുന്നു, വിസിറ്റഡ് എന്ന രീതിയിൽ വിസിറ്റഡ് ആണെന്ന് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമുക്കത് വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാം. അത് ഓപ്ഷനിലാണ്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രിന്റ് ആ നോഡിനെ പ്രിന്റ് ചെയ്യുന്നത് ഓപ്ഷനിലാണ് അല്ലേ. ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ നോഡ് നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്ത ആ നോഡ് ഗോളാണെന്ന് നോക്കുന്നു. ഗോൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം അല്ലേ. അതുകൊണ്ട് ഇവിടെ ഗോ ടു സ്റ്റെപ്പ് 10. സ്റ്റെപ്പ് 10ലാണ് നമ്മൾ അൽഗോരിതം സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യം പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പം അത് ഗോളാണ്, നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. 6ാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞത് എന്താണ്, അൺവിസിറ്റഡ് നെയ്ബറിംഗ് നോഡ് ഉണ്ടെങ്കിലുള്ള കാര്യമാണ് 7ാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അൺവിസിറ്റഡ് ആയിട്ടുള്ള നെയ്ബർ, സ്റ്റാക്ക് ടോപ്പിൽ കിടക്കുന്ന നോഡിന് അൺവിസിറ്റഡ് ആയിട്ടുള്ള നെയ്ബർ ഉണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് ഇത്രയും ഉള്ളത്. ഇനി സപ്പോസ് നമ്മളെ സ്റ്റാക്ക് ടോപ്പിൽ കിടക്കുന്ന എലമെന്റിന് അൺവിസിറ്റഡ് ആയിട്ടുള്ള നെയ്ബർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. എന്താ പറഞ്ഞത്, ഇഫ് നോ അൺവിസിറ്റഡ് നെയ്ബർ, സ്റ്റാക്ക് ടോപ്പിലുള്ള എലമെന്റിന്, സ്റ്റാക്ക് ടോപ്പിലുള്ള നോഡിന് അൺവിസിറ്റഡ് ആയിട്ടുള്ള നെയ്ബർ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാക്ക് ടോപ്പ് എലമെന്റിനെ പോപ്പ് ചെയ്യും അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് പോപ്പ് ചെയ്യുന്നത്, ബാക്ക് ട്രാക്കിംഗ് നടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാക്ക് ടോപ്പിൽ അതിൻ്റെ അടിയിൽ എലമെന്റ് ആയിരിക്കും പിന്നെ സ്റ്റാക്ക് ടോപ്പിലേക്ക് വരുന്നുണ്ടാവുക. ദെൻ അതിനും നമ്മൾ എന്ത് ചെയ്യും, അൺവിസിറ്റഡ് ആയ നെയ്ബർ ഉണ്ടോ നോക്കും. ഇല്ലെങ്കിൽ അഗെയിൻ പോപ്പ് ചെയ്യും. ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 7ാമത്തെ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യും. എപ്പോഴൊക്കെയാണോ അൺവിസിറ്റഡ് ആയിട്ടുള്ള നെയ്ബർ സ്റ്റാക്ക് ടോപ്പിലെ എലമെന്റിന് ഉള്ളത് അപ്പോഴൊക്കെ 7ാമത്തെ സ്റ്റെപ്പാണ് റിപ്പീറ്റ് ആയിട്ട് പോകേണ്ടത്. എപ്പോഴൊക്കെയാണ് സ്റ്റാക്ക് ടോപ്പിലെ എലമെന്റിന് അൺവിസിറ്റഡ് ആയിട്ടുള്ള നെയ്ബർ ഇല്ലാത്തത് ആ സമയത്ത് നമ്മൾ 8ാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത്. 8ാമത്തെ സ്റ്റെപ്പ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത ശേഷം എഗെയിൻ എങ്ങോട്ട് പോകാൻ പറയാണ്, 5ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാൻ പറയുകയാണ്. അതായത് വീണ്ടും സ്റ്റാക്ക് ടോപ്പിനെ നോക്കണം. അതുകൊണ്ട് 8ാമത്തെ സ്റ്റെപ്പിന് ശേഷം വീണ്ടും 5ാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാണ്. ദാറ്റ് മീൻസ് ഈ ഒരു 5 മുതൽ 8 വരെയുള്ള സ്റ്റെപ്പ് ഇങ്ങനെ റിക്കേഴ്സീവായിട്ട് നടക്കാൻ സാധ്യതയുണ്ട്. അതവിടെ പറഞ്ഞത് റിപ്പീറ്റ് 5 സ്റ്റെപ്പ് 5 to 8, 5 മുതൽ 8 വരെയുള്ള സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പോകണം. എപ്പോൾ വരെ, ഗോൾ ഫൗണ്ട് ചെയ്യുന്നത് വരെയോ അല്ലെങ്കിൽ സ്റ്റാക്ക് എം ടി ആവുന്നത് വരെയോ റിപ്പീറ്റ് ചെയ്യേണ്ട സ്റ്റെപ്പുകളാണ് ഇവ. ഈ കാര്യം തന്നെയാണ് നമ്മൾ അവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു DFSന്റെ ഒരു ട്രീ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ, റൂട്ട് നോഡായിട്ടാണ് ഇവിടെ എ ഉണ്ടായിരുന്നത്. ദെൻ എയുടെ നെയ്ബറിംഗ് നോഡായിട്ട് എന്തൊക്കെ വന്നു, ബിയും സിയും വന്നു. നമുക്ക് ബിയും സിയും സെയിം ഡെപ്തിലാണ്, ഏതും ചൂസ് ചെയ്യാം അല്ലേ. പക്ഷേ ഈ ഒരു എക്സാമ്പിൾ അവർ ചൂസ് ചെയ്തത് ലെഫ്റ്റ് നോഡാണ്. അപ്പം ബീനെ ചൂസ് ചെയ്യുന്നു. ബീനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബീനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബീൻ്റെ അണ്ടറിൽ ഡിയും ഇയും വരികയാണ്. രണ്ടും സെയിം ഡെപ്തിലാണ്. നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ചൂസ് ചെയ്തത് ഡി ആണ് അല്ലേ. ഇനി ഡി എന്ന് പറയുന്ന നോഡിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ ഡീനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ എച്ച് ഐയും കിട്ടുകയാണ്. നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ എച്ച് ചൂസ് ചെയ്തു. എച്ച് ചൂസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, എച്ചിൻ്റെ അണ്ടറിൽ എന്തില്ല, പിന്നെ എച്ചിനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എച്ചിൻ്റെ അണ്ടറിൽ എന്തില്ല, വേറെ നോട്ട്സുകളൊന്നുമില്ല അല്ലേ. അത് ദാറ്റ് മീൻസ് എച്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അൺവിസിറ്റഡ് ആയ നെയ്ബറിംഗ് നോഡൊന്നുമില്ല. സോ നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്യും. ബാക്ക് ട്രാക്ക് ചെയ്തിട്ട് ഡിയിലേക്ക് പോകും. ഡിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഡീൻ്റെ അടുത്ത് അൺവിസിറ്റഡ് ആയിട്ടുള്ള നെയ്ബറിംഗ് നോഡ് ഉണ്ട്. അത് ഏതാ, ഐ ആണ്. കണ്ടോ, അൺവിസിറ്റഡ് ആയിട്ടുള്ള നോഡിനെ നമ്മൾ വൈറ്റ് കളറിലും മറ്റേതൊരു ഷെയ്ഡഡ് വൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇവിടെ ഓരോ നോഡിനും കളറിംഗ് വ്യത്യാസം വരുന്നത് കാണാം. ഇവിടെ നോക്കുന്ന സമയത്ത് ഡി ബാക്ക് ട്രാക്കിംഗ് ചെയ്ത് ഡിയിലേക്ക് എത്തി. ഡിക്ക് അൺവിസിറ്റഡ് ആയിട്ടുള്ള നെയ്ബറിംഗ് നോഡ് ഐ ഉള്ളത് കൊണ്ട് നമ്മൾ ഐയിലേക്ക് എത്തി. ഇനി ഐനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഐയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും അൺവിസിറ്റഡ് ആയിട്ടുള്ള നോഡുകളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എഗെയിൻ എന്ത് ചെയ്യും, ഡിയിലേക്ക് ബാക്ക് ട്രാക്ക് ചെയ്യും. പിന്നെ ഡീൻ്റെ കേസിൽ നോക്കുന്ന സമയത്ത് ഡിക്കും എന്തുണ്ടാവില്ല, അൺവിസിറ്റഡ് ആയ നെയ്ബറിംഗ് നോഡ് ഉണ്ടാവില്ല. എഗെയിൻ നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്യും, ബിയിലേക്ക് എത്തും. ബീനെ സംബന്ധിച്ചുള്ള അൺവിസിറ്റഡ് ആയ നോഡായിട്ട് ആരുണ്ട്, ഇ ഉണ്ട് അല്ലേ. പി ഉള്ളത് കൊണ്ട് നമ്മൾ അടുത്തായിട്ട് ആരെ ചൂസ് ചെയ്യാണ്, ഇനെ ചൂസ് ചെയ്യാണ്. പിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അതിന് അൺവിസിറ്റഡ് ആയിട്ട് 2 നെയ്ബറിംഗ് നോഡുകൾ വരികയാണ്. ഏതൊക്കെയാണ്, ഇയുടെ അൺവിസിറ്റഡ് നെയ്ബറിംഗ് നോഡുകളാണ് ജെയും കെയും
രണ്ടും സെയിം ഡെപ്തിലാണ്, ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് ജെനെയാണ്. ഇനി ജെനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നോക്കുന്നതാ ജെയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അൺവിസിറ്റഡ് നെയ്ബറിംഗ് നോഡ് ഉണ്ടോ എന്നാണ്. അപ്പോൾ ജെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജെ ആയിട്ട് വേറെ നോഡുകളൊന്നും നിയറസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നെയ്ബറിംഗ് ആയിട്ട് അൺവിസിറ്റഡ് ആയിട്ട് കിടക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും ബാക്ക് ട്രാക്കിംഗ് നടത്തും, ഇയിലേക്ക് എത്തും. ഇയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇയുമായിട്ട് ബന്ധപ്പെട്ട് എന്തുണ്ട്, ഒരു അൺവിസിറ്റഡ് ആയ നോഡ് ഉണ്ട് കെ അല്ലേ. അപ്പോൾ നമ്മൾ കെയിലേക്ക് പോകും. കെയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കെക്ക് അടുത്ത് കെയുടെ റിലേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ നെയ്ബറിംഗ് നോഡായിട്ട് അൺവിസിറ്റഡ് ആയിട്ട് ഒന്നും നെയ്ബറിംഗ് നോഡുകളൊന്നും അൺവിസിറ്റഡ് ആയിട്ട് ഇല്ല. അതുകൊണ്ട് നമ്മൾ എഗെയിൻ ബാക്ക് ട്രാക്കിംഗ് നടത്തി ഇയിലേക്ക് വരും അല്ലേ. ഇനി ഇ ആയിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇ ആയിട്ട് അൺവിസിറ്റഡ് ആയ നെയ്ബറിംഗ് നോഡൊന്നും നിലവിലില്ല. എഗെയിൻ ബാക്ക് ട്രാക്ക് ചെയ്ത് ബിയിലേക്ക് എത്തും. ബി ആയിട്ട് നോക്കുന്ന സമയത്ത് ബി ആയിട്ട് അൺവിസിറ്റഡ് ആയ നോഡുകളൊന്നുമില്ല. വീണ്ടും നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്ത് എയിലെത്തും അല്ലേ. അപ്പോൾ എയിൽ നോക്കുന്ന സമയത്ത് എ ആയിട്ട് കണക്ട് ചെയ്തിട്ടില്ല. എ ആയിട്ട് എയുടെ നെയ്ബറിംഗ് നോഡായിട്ട് ഒരു അൺവിസിറ്റഡ് നോഡ് കിടക്കുന്നുണ്ട്. അത് ഏതാ, സി ആണ്. സീനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ സി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് രണ്ട് അൺവിസിറ്റഡ് നോഡുകളുണ്ട്. ഏതൊക്കെയാണ്, നമുക്ക് അവിടെ എഫും ജിയും ആണ് വരുന്നത്. സി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് രണ്ട് അൺവിസിറ്റഡ് നോഡ് എഫും ജിയും ആണ്. നമ്മൾ എഫിനെ ചൂസ് ചെയ്യുന്നു. എഫിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എഫിൻ്റെ അണ്ടറിൽ അവിടെ രണ്ട് ചിൽഡ്രൻസ് വരികയാണ് അല്ലേ, എല്ലും എമ്മും ഉണ്ട് അല്ലേ. അപ്പോൾ എല്ലും എമ്മും ആണ് സെയിം ഡെപ്തിലാണ് രണ്ടും, ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇവിടെ എല്ലിനെ ചൂസ് ചെയ്യുന്നു. എല്ലിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാണ് സ്റ്റാക്ക് ടോപ്പിൽ ഉണ്ടാവുക. എല്ലുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏതെങ്കിലും അൺവിസിറ്റഡ് നോഡ് ഉണ്ടോ നോക്കും. എല്ലിൻ്റെ അടുത്ത് വേറെ നെയ്ബറിംഗ് നോഡൊന്നും അൺവിസിറ്റഡ് ആയിട്ട് ഇല്ല. അതുകൊണ്ട് നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്ത് എഫിലേക്ക് പോകും. ദെൻ എഫിൻ്റെ അടുത്തേക്ക് ഏതെങ്കിലും അൺവിസിറ്റഡ് ആയ നോഡ് ഉണ്ടോ നോക്കും. എം ഉണ്ട്. അപ്പോൾ നമ്മൾ എമ്മിലേക്ക് ഇറങ്ങും. ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞ സെയിം കാര്യം തന്നെ മറ്റൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഇവിടെ ഒരു ട്രീ ഫോമിൽ കൊടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് ഇവിടെ നോക്കാനുള്ളത് ഇതിൻ്റെ ഒരു എന്താണ് ഗ്രാഫ് നമുക്ക് പൈത്തൺ കോഡൊക്കെ വെച്ചിട്ട് ഇവിടെ വരച്ചെടുക്കാൻ പറ്റും. അതിൻ്റെ കോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു പൈത്തൺ കോഡാണ്. ആ പൈത്തൺ കോഡ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നോഡുകളൊക്കെ പാസ് ചെയ്തുകൊണ്ട് ഒരു ട്രീ അവിടെ DFS ട്രീ നമ്മൾ ജനറേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു കോഡൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് അവിടെ നോക്കാനുള്ളത് DFSൻ്റെ ആപ്ലിക്കേഷനാണ്. ഒന്ന് പറയുന്നത് ഗെയിം ട്രീ എക്സ്പ്ലോറേഷൻ, രണ്ടാമത്തെ ഓട്ടോണമസ് റോബോട്ട്, അതായത് ഇതിന് നാവിഗേഷൻ പ്ലാനിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് DFS യൂസ് ചെയ്യാം. അതേപോലെ റീസണിങ് ആൻഡ് ഇൻഫറൻസ് എഞ്ചിൻ, അതായത് ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാം. കുറേ ഈ ക്ലൂസ് ഉണ്ടാവും, ക്ലൂസിനെ ബേസ് ചെയ്തുകൊണ്ട് കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു DFS ഉപയോഗിക്കാം. അതേപോലെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിനകത്ത് നമുക്ക് DFS ഉപയോഗിക്കാം. അതേപോലെ കൺസ്ട്രെയിൻ സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാം, DFS ഉപയോഗിക്കാം. ഇതിൻ്റെ അകത്ത് ഈ ആദ്യം പറഞ്ഞ നാലെണ്ണം നമുക്ക് പരിചയമുള്ള ടേമുകളാണ്. ഈ കൺസ്ട്രെയിൻ സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലം നമുക്ക് നിലവിൽ എന്താണെന്ന് അറിയില്ല. നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ കൺസ്ട്രെയിൻ സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലം. പക്ഷേ നമുക്ക് ഒരു രണ്ട് അൽഗോരിതം കൂടെ പറയാനുണ്ട്. ഇൻഫോംഡ് സെർച്ചിൻ്റെ അകത്തേക്ക് നമ്മൾ പോയിട്ടില്ല. അതിൻ്റെ അകത്തുള്ള രണ്ട് അൽഗോരിതം, ASR അൽഗോരിതം അതുപോലെ ഗ്രീഡി അൽഗോരിതം പറഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ കൺസ്ട്രെയിൻ സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലത്തിൻ്റെ അതിലേക്ക് പോവുള്ളൂ. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് DFS ട്രാവേഴ്സിൽ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് എക്സസൈസുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്ത് ചെയ്യുക, റൂട്ട് എന്ന് പറയുന്നത് A ആണെന്ന് കരുതുക. ഈ ഗ്രാഫിൻ്റെ അകത്ത് റൂട്ട് നോഡ് A ആണെന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, DFS ട്രാവേഴ്സിൽ കണ്ടുപിടിക്കുക. എല്ലാവരും കിട്ടുന്ന DFS ട്രാവേഴ്സിൽ സെയിം ആവണം എന്നില്ല അല്ലേ. അതായത് എനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എൻ്റെ നെയ്ബറിംഗ് ആയിട്ട് ജിയും ഡിയും സിയും ബിയും വരുന്നുണ്ട്. ഇത് ഏതും നമുക്ക് ചൂസ് ചെയ്യാം, കാരണം എല്ലാം സെയിം ഡെപ്തിലാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരേ കിട്ടണമെന്ന് നിർബന്ധം ഇല്ല. ഓക്കെ, അതാണ് ഒരു വർക്കൗട്ട്. അതൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ രണ്ടാമത് ഉള്ള എക്സസൈസ് ആണ് ഇത്. ഇതിൻ്റെ അകത്ത് ഗോളുണ്ട്. ഓക്കെ, ഒന്നാമത്തേൻ്റെ അകത്ത് എന്തില്ല, ഗോള് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു ഗ്രാഫിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു DFS സെർച്ചിങ് എവിടെ വരെ കണ്ടിന്യൂ ചെയ്യണം, നമ്മൾ സ്റ്റാക്ക് എം ടി ആകുന്നത് വരെ വേണം നിങ്ങൾ ഈ ഒരു DFS ട്രാവേഴ്സിൽ നടത്താൻ. ഈ ഒരു എക്സാമ്പിളിൽ, ഈ ഒരു എക്സസൈസിൽ. പക്ഷേ രണ്ടാമത്തെ എക്സസൈസിൻ്റെ അകത്ത് നമുക്ക് ഗോൾ ഉള്ളത് കൊണ്ട് എപ്പോഴാണോ നമ്മൾ ഗോൾ സ്റ്റേറ്റിലേക്ക് എത്തുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു DFS ട്രാവേഴ്സിൽ അവിടെ നിർത്താം. ഓക്കെ, അപ്പോൾ ഇത് ഗോൾ ഉള്ള കേസും ഇത് ഗോൾ ഇല്ലാത്ത കേസുമാണ്. ഇവിടെ കംപ്ലീറ്റ് സ്റ്റാക്ക് എം ടി ആകുന്നത് വരെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഇവിടെ നിങ്ങൾ ഗോൾ ഫൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ അൽഗോരിതം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് DFSൻ്റെ അകത്ത് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ക്വിക്കായിട്ട് നമുക്കൊന്നുകൂടെ പെട്ടെന്ന് പറയാം. DFSൻ്റെ അകത്ത് നമ്മൾ ഡീപ്പസ്റ്റ് നോഡുകളാണ് ഓൾവേസ് ട്രൈ ടു എക്സ്പാൻഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നത്. ദെൻ ഏറ്റവും ഡീപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫർദർ നെയ്ബറിംഗ് അൺവിസിറ്റഡ് ആയിട്ട് നെയ്ബറിംഗ് നോഡുകളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ബാക്ക് ട്രാക്കിംഗ് തുടങ്ങും. ബാക്ക് ട്രാക്കിംഗ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, സ്റ്റാക്ക് വേണം അല്ലേ. സ്റ്റാക്ക് എങ്ങനെയാണ് നമ്മൾ ബാക്ക് ട്രാക്കിംഗ് ഉപയോഗിക്കുന്നത്,
അൺവിസിറ്റഡ് ആയിട്ടുള്ള നോഡുകളൊന്നും ഇല്ലെങ്കിൽ സ്റ്റാക്ക് ടോപ്പ് എലമെന്റിനെ പോപ്പ് ചെയ്യും അല്ലേ. അങ്ങനെ പോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്തിട്ട് ഇയിൽ നിന്ന് നമ്മൾ ബിയിലേക്ക് എത്തിയത്. ബിയിലേക്ക് എത്തിയ സമയത്ത് സ്റ്റാക്ക് ടോപ്പിൽ ബി ആണ് ഉണ്ടാവുക. അതിന് അൺവിസിറ്റഡ് ആയിട്ടുള്ള നെയ്ബറിംഗ് നോഡ് ഉണ്ടോ എന്ന് നോക്കി. അങ്ങനെ നമ്മൾ എഫ് ഉണ്ടെന്ന് കണ്ടു. അങ്ങനെ എഫിലേക്ക് വരുന്നു. എഫിലേക്ക് വന്നു കഴിഞ്ഞാൽ എഫ് സ്റ്റാക്ക് ടോപ്പിലേക്ക് പുഷ് ചെയ്യും. ദെൻ എഫിനായിട്ട് നിയറസ്റ്റ് ആയിട്ട് നെയ്ബറിംഗ് നോഡ് ഉണ്ടോ, അൺവിസിറ്റഡ് ആയിട്ട് നെയ്ബറിംഗ് നോഡ് ഉണ്ടോ എന്ന് നോക്കും. സി കിട്ടും. ദെൻ സീനെ നമ്മൾ സി സ്റ്റാക്ക് ടോപ്പിലേക്ക് പുഷ് ചെയ്യും. ദെൻ സി ആയിട്ട് റിലേറ്റ് ചെയ്ത് ഏതെങ്കിലും അൺവിസിറ്റഡ് നോഡ് ഉണ്ടെന്ന് നോക്കും. നിലവിലില്ല, കാരണം എയിലാണ് നമ്മൾ ഓൾറെഡി വിസിറ്റ് ചെയ്ത് തുടങ്ങിയത്. എ വിസിറ്റഡ് ആണ്, നെയ്ബറിംഗ് ആണ്, സിയുടെ നെയ്ബറിംഗ് ആണ് എ. പക്ഷേ എ ഓൾറെഡി വിസിറ്റഡ് ആണ്, എഫും വിസിറ്റഡ് ആണ്. സോ സ്റ്റാക്ക് ടോപ്പിൽ എഫ് വരും അല്ലേ. എഫ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് അൺവിസിറ്റഡ് നോഡൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ എഫിനെയും പോപ്പ് ചെയ്യും. എഫിനെ പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാക്ക് ടോപ്പിൽ ബി വരും. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ബി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ബിയുടെ അടുത്ത് അൺവിസിറ്റഡ് ആയിട്ട് നെയ്ബറിംഗ് നോഡ് ഉണ്ടോ നോക്കും. ആരും തന്നെ ഇല്ല. സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബിനെ പോപ്പ് ചെയ്യും. ബിനെ പോപ്പ് ചെയ്താൽ സ്റ്റാക്ക് ടോപ്പിൽ ആരുണ്ടാവുക, പിന്നെ എ ആണ് ഉണ്ടാവുക. എ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എ ആയിട്ട് നെയ്ബറിംഗ് ആയിട്ട് അൺവിസിറ്റഡ് നോഡ് ഉണ്ടോ നമ്മൾ നോക്കും. ഉണ്ട്, ആര്, ഡി ഉണ്ട്. അപ്പോൾ നമ്മൾ ഡീനെ എന്ത് ചെയ്യുന്നു, എൻ്റെ മുകളിൽ പുഷ് ചെയ്യുന്നു അല്ലേ. എൻ്റെ മുകളിൽ പുഷ് ചെയ്യുന്നു. ദെൻ ഡി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ അൺവിസിറ്റഡ് ആയിട്ടുള്ള നെയ്ബറിംഗ് നോഡ് ഉണ്ടോ നോക്കും. ഇല്ല. സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡീനെ പോപ്പ് ചെയ്യും. ഡീനെ പോപ്പ് ചെയ്താൽ സ്റ്റാക്ക് ടോപ്പിൽ ആരുണ്ടാവുക, എ ആണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നോക്കുക എന്തായിരിക്കും, എ ആയിട്ട് റിലേറ്റ് ചെയ്ത് ഏതെങ്കിലും അൺവിസിറ്റഡ് നോഡുകൾ ഉണ്ടോ നോക്കും. ഇല്ല, എല്ലാ നോഡും വിസിറ്റഡ് ആണ്. അതോടുകൂടി നമ്മൾ എനെ പോപ്പ് ചെയ്യുന്നു. എവനെ പോപ്പ് ചെയ്യുന്നതോടുകൂടി സ്റ്റാക്ക് എം ടി ആകുന്നു. സ്റ്റാക്ക് എം ടി ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡി എഫ് എസ് അൽഗോരിതം അവിടെ നിർത്താം, സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. അപ്പം ഡി എഫ് എസ് അൽഗോരിതം ടെർമിനേറ്റ് ചെയ്യുന്ന രണ്ട് സാഹചര്യത്തിലാണ്. ഒന്ന് എന്ന് പറയുന്നത് ഗോൾ ഫൗണ്ട് ചെയ്യുന്ന സാഹചര്യത്തിലും, രണ്ടാമത്തത് സ്റ്റാക്ക് എം ടി ആകുന്ന സാഹചര്യത്തിലും.